ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 600 ഹരിക്കണം 150 ആണ്. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഒഴിവാക്കുകയാണ് വേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാനുള്ള ഒരു മാർഗം 600 എന്ന് പറയുന്ന സംഖ്യയിലും 150 എന്ന് പറയുന്ന സംഖ്യയിലും 50കൾ ഉണ്ടല്ലോ. ആദ്യം എന്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം? 600ൽ എത്ര 50 ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. 50 ഇൻറ്റു 100ൽ നമുക്കറിയാം 2 50 ആണുള്ളത്. 200ലാകുമ്പോൾ 4 50 ഉണ്ടാവും. 300ലാകുമ്പോൾ 6 50 ഉണ്ട്. 300 എന്ന് പറയുന്നത് 600ന്റെ പകുതിയല്ലേ? 300ൽ 6 50 ഉണ്ടെങ്കിൽ 600ൽ 12 50കൾ ഉണ്ടാവും. 50 ഇൻറ്റു 12 ആണ് 600 വരുന്നത്. അടുത്ത സംഖ്യ എത്രയാണ്? 150 ആണ്. 150ൽ 3 50കളാണ് ഉള്ളത്. ഇവിടെ കോമൺ ആയിട്ടുള്ള 50 എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് 12ഉം അതേപോലെ 3ഉമാണ്. ആൻസർ കിട്ടാൻ വേണ്ടി 12നെ 3 കൊണ്ടാണ് ഹരിക്കേണ്ടത്. 4 ആയിരിക്കും കിട്ടുന്നത്. രണ്ടാമത്തെ കണക്ക് വരുന്നത് 900നെ 180 കൊണ്ട് ഹരിക്കാനാണ്. ഇവിടെ 0 വരുന്നുണ്ട് രണ്ട് സൈഡിലും. 900ലും വരുന്നുണ്ട് 180ലും വരുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യാം? 900 ഈക്വൽ ടു 10 ഇൻറ്റു 90. 10 ഇൻറ്റു 90 900 ആണല്ലോ. അതേപോലെ തന്നെ 180 വരുമ്പോൾ ഇവിടെ കോമൺ ആയിട്ട് കൊണ്ടുവരേണ്ടത് എന്താണ്? 10 ആണ്. 10 കൊണ്ട് ഗുണിക്കുക. 10 ഇൻറ്റു 18 ആണ് 180 വരുന്നത്. 10 കോമൺ ആയിട്ട് വന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാം? 10 നമുക്ക് ഒഴിവാക്കാം. ബാക്കി വരുന്നത് 90 ഹരിക്കണം 18 ആണ് വരുന്നത്. 90നെ വീണ്ടും മാറ്റി എഴുതാം. 90 ഈക്വൽ ടു 10 ഇൻറ്റു 9. 18 ഈക്വൽ ടു ഇവിടെ 10ന്റെ ഗുണിതമായിട്ട് എഴുതാൻ കഴിയില്ലല്ലോ. പിന്നീട് എന്താണ് നോക്കേണ്ടത്? 9ന്റെ ഗുണിതമായിട്ട് എഴുതാൻ കഴിയുമോ എന്നാണ് നോക്കേണ്ടത്. 18 2 ഇൻറ്റു 9 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എന്താണ്? 9 കോമൺ ആയിട്ട് വന്നു. അത് നമുക്ക് ഒഴിവാക്കാം. ബാക്കി വരുന്നത് 10ഉം 2ഉമാണ്. 10 ഹരിക്കണം 2 ചെയ്യാം. ആൻസർ കിട്ടുന്നത് 5 ആണ്. മറ്റൊരു രീതിയിലും കോമൺ ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ഈ കണക്ക് ചെയ്യാൻ കഴിയും. 900 ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 90 എന്നാണ് നമ്മൾ ആദ്യം എഴുതിയത്. പിന്നീട് എന്ത് ചെയ്യാം? 10 അതേപോലെ വയ്ക്കാം. 90യെ വീണ്ടും നമ്മൾ മാറ്റി എഴുതുകയാണ്. എന്താണ്? 9 ഇൻറ്റു 10. ഓക്കെ, വീണ്ടും അതൊന്നും മാറ്റി എഴുതാം. 10 ഇൻറ്റു 9 ഇൻറ്റു 2 ഇൻറ്റു 5 എന്ന് എഴുതാം. അതേപോലെ തന്നെ 180 മാറ്റി എഴുതുമ്പോൾ 10 ഇൻറ്റു 18 ആണ് 180 വരുന്നത്. ഒന്നുകൂടെ മാറ്റി എഴുതാം. 10 ഇൻറ്റു 18 എന്താക്കി മാറ്റി എഴുതാം? 2 ഇൻറ്റു 9 എന്ന് എഴുതാം. ഇനി ശ്രദ്ധിച്ചോളൂ. 900 ഈക്വൽ ടു 10 ഇൻറ്റു 9 ഇൻറ്റു 2 ഇൻറ്റു 5 ആണ്. 180 ഈക്വൽ ടു 10 ഇൻറ്റു 2 ഇൻറ്റു 9 ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച കാൽക്കുലേഷനാണ് 900 ഈക്വൽ ടു 10 ഇൻറ്റു 9 ഇൻറ്റു 2 ഇൻറ്റു 5. അതേപോലെ തന്നെ 180 ഈക്വൽ ടു 10 ഇൻറ്റു 2 ഇൻറ്റു 10 ഒരു കോമൺ ഫാക്ടറായിട്ട് വന്നു. അത് നമ്മൾ ഒഴിവാക്കി. പിന്നീട് അടുത്ത കോമൺ ഫാക്ടറായിട്ട് വരുന്നത് 9 ആണ്. അതും ഒഴിവാക്കി. പിന്നീട് എന്താണ്? 2 ആണ് വരുന്നത്. ബാക്കി വരുന്ന റിമൈൻഡർ എന്താണ്? 5 ആണ്. 5 ആണ്. അതായിരിക്കും ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 225 ഹരിക്കണം 75 ആണ്. ഇവിടെ കോമൺ ഫാക്ടറായിട്ട് വരുന്നത് 25 ആയിരിക്കും അല്ലേ? 25ന്റെ ഗുണിതങ്ങളാക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ കഴിയും. 225 ഈക്വൽ ടു 25ന്റെ ഗുണിതങ്ങളാക്കി എഴുതാം. 25 ഇൻറ്റു 100ൽ 4 25 ആണുള്ളത്. 200ൽ വീണ്ടും ഒരു 4 25 വന്നു. പിന്നീട് ഒരു 25ഉം 1. ടോട്ടൽ എത്ര വന്നു? 4 പ്ലസ് 4 പ്ലസ് 1 9. അതേപോലെ 75 നമ്മൾ മാറ്റി എഴുതുമ്പോൾ 25 ഇൻറ്റു 3 ആണ് കിട്ടുന്നത്. ഇവിടെ വെച്ച് തന്നെ നമുക്ക് ആൻസർ കിട്ടും. 25 കോമൺ ഫാക്ടറായിട്ട് വരുന്നതുകൊണ്ട് 25 ഒഴിവാക്കാം. ബാക്കി വരുന്നത് 9 ഹരിക്കണം 3 ആണ്. 9 ഹരിക്കണം 3 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 3 9 ആണ്. ആൻസർ കിട്ടുന്നത് 3 ആയിരിക്കും. വീണ്ടും നമുക്ക് ഒന്നുകൂടെ മാറ്റി എഴുതാം. 225 ഈക്വൽ ടു 25നെ വീണ്ടും മാറ്റി എഴുതാം. 5 ഇൻറ്റു 5 എന്ന് എഴുതാം. ഇൻറ്റു 9നെ 3 ഇൻറ്റു 3 എന്ന് എഴുതാം. 75നെയും ഒന്നുകൂടെ മാറ്റി എഴുതാം. 75 ഈക്വൽ ടു 25 വരുമ്പോൾ 5 ഇൻറ്റു 5 ഇൻറ്റു 3. ഇവിടെ കോമൺ ഫാക്ടറായിട്ട് വരുന്നത്
2 5കളും ഒരു 3ഉമാണ്. ബാക്കി വരുന്ന റിമൈൻഡർ എന്താണ്? 3ആണ്. ആൻസർ കിട്ടുന്നത് 3ആണ്. അവസാനത്തെ ചോദ്യമാണ് 420 ഹരിക്കണം 105. ആദ്യമായിട്ട് 420ൻ്റെ ഘടകങ്ങൾ കണ്ടുപിടിക്കാം. 420 എന്ന് പറയുമ്പോൾ 0 വന്നതുകൊണ്ട് 10 കൊണ്ട് ഗുണിക്കാം. 10 × 42 എന്ന് എഴുതാം. ഓക്കെ, വീണ്ടും 10നെ മാറ്റി എഴുതാം. 2 × 5 10 വരുന്നത്. 6 × 7 ഒന്നുകൂടെ മാറ്റി എഴുതാം. 2 × 5 × 6 വരുമ്പോൾ 3 × 2 പിന്നീട് വരുന്നത് 7. 420 = 2 × 5 × 3 × 2 × 7. അടുത്തത് 105 ഫാക്ടറാക്കി മാറ്റി എഴുതേണ്ടത്. 105നെ മാറ്റി എഴുതുമ്പോൾ ആദ്യം എന്ത് ചെയ്യാം? 5 കൊണ്ട് ഗുണിച്ച് നോക്കാം. കാരണം അവസാനം വരുന്ന സംഖ്യ എന്താണ്? 5ആണ്. ഓക്കെ, അപ്പം 105ൽ എത്ര 5 ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. വേണമെങ്കിൽ ഇവിടെ ഒന്ന് ഹരിച്ച് നോക്കാം. 105ൽ എത്ര 5കളുണ്ടെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, 20 വരുമ്പോൾ 5 10 എത്രയാണ്? 100ആണ്. ബാക്കി വരുന്നത് 5ആണ്. 1 × 5 5. അപ്പോൾ 21 5കൾ വരുന്നുണ്ട്. 5 × 21 എന്ന് എഴുതാം. വീണ്ടും മാറ്റി എഴുതുമ്പോൾ 5 × 3 × 7 എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യാം? 420ഉം 105ഉം നമുക്ക് ഒരുമിച്ച് എഴുതാം. അടുത്തടുത്തായിട്ട് എഴുതാം. 420 = എത്ര 2കളാണുള്ളത്? 2 2കളുണ്ട് അല്ലേ? അപ്പം നമുക്ക് അടുത്തടുത്തായി എഴുതാം. 2 × 2 × 3 വരുന്നുണ്ട്. 3 × പിന്നീട് വരുന്നത് 5 ആണ്. 5 × 7. അടുത്തായിട്ട് 105നെ എഴുതാം. ഏറ്റവും ചെറിയ സംഖ്യ വരുന്നത് 3 ആണല്ലേ? 3 × 5 × 7. ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വിട്ടിട്ട് ഇവിടെ എഴുതിയത്. അപ്പോൾ ബാക്കി വരുന്നത് എന്താണ്? 4 ആണ് ബാക്കി വരുന്നത് അല്ലേ? 2 × 2 ആണ് ബാക്കി വരുന്നത്. 3 5 7 കോമൺ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, 2 × 2 4 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. 12ാമത്തെ ചാപ്റ്റർ വരുന്നത് ടേബിൾ ആൻഡ് ഗ്രാഫ്സ് ആണ്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.